എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 30 ശ്ലോകം 36, 37, 38, 39, 40 5 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. അവര് വല്ലാതെ ദുഃഖിച്ച് പിന്നെ ഭഗവാനെ തന്നെ തിരഞ്ഞുകൊണ്ട് നടക്കുന്നു. ഗോപസ്ത്രീകള് കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 36, 37 രണ്ട് ശ്ലോകത്തിന്റെ അർത്ഥം ഒന്നിച്ചാണ് പറയണത്. ഇത്യേവം പ്രലവന്ത്യസ്താ ചേരുർഗോപ്യോ വിചേതസ യാം ഗോപീമനയൽ കൃഷ്ണോ വിഹായാന്യാ സ്ത്രിയോ വനേ സാചമേനേ തദാത്മാനം വരിഷ്ഠാം സർവയോഷിതാം ഹിത്വാ ഗോപീകാമയാന മാമസൗ ഭജതേ പ്രിയ. ഇങ്ങനെ അവര് ഉന്മാദം പിടിച്ചവര് എന്ന പോലെ അർത്ഥമില്ലാത്ത പല സംഗതികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഗോപികള് കാട്ടില് അലഞ്ഞിങ്ങനെ നടക്കുക. മറ്റുള്ള സ്ത്രീകളെല്ലാം ഉപേക്ഷിച്ച് കൃഷ്ണൻ കൂടെ കൊണ്ടുപോയ അവളുടെ സ്വഭാവം കേട്ടോളൂ. മറ്റു സ്ത്രീകളെല്ലാവരേക്കാൾ താൻ എല്ലാം കൊണ്ടും ഉത്കൃഷ്ട എന്ന് അവള് വിചാരിച്ചു. എന്തുകൊണ്ടെന്നാ കാമിനികളായ എല്ലാ ഗോപികളെയും ഉപേക്ഷിച്ച് എന്നെ മാത്രല്ലേ ഈ കൃഷ്ണൻ സ്വീകരിച്ചത്. എന്നെ മാത്രം സ്വീകരിച്ചതുകൊണ്ട് ഇവനാണ് എന്റെ പ്രിയൻ, എന്നെയാണ് ഏറ്റവും ഇഷ്ടം. എന്നെ ഇങ്ങനെ സ്വീകരിച്ചത് എനിക്ക് അധികം യോഗ്യത ഉള്ളത് കൊണ്ടല്ലേ എന്ന് വിചാരിച്ചു രാധ എന്ന് പറയണം. തതോ ഗത്വാ വനോദ്ദേശം ദൃപ്താ കേശവമബ്രവീൽ ന പാരയേകം ചലിതും നയമാം യത്ര തേ മന. അങ്ങനെ എന്നെ മാത്രം, ഞാൻ പറഞ്ഞത് എന്തും കേൾക്കും ഇപ്പൊ കൃഷ്ണൻ എന്ന് വിചാരിച്ചിട്ട് ആ അഹങ്കാരം കൊണ്ട് മാറ്റി മറന്ന് ബ്രഹ്മാദികളുടെയും നിയന്താവായിരിക്കുന്ന ഭഗവാനോട്, കൃഷ്ണ, എനിക്ക് ഇനി ഒരടി പോലും നടക്കാൻ വയ്യ. അങ്ങ് എവിടേക്കാ പോണേന്ന് വെച്ചാ എന്നെ ഒന്ന് എടുത്തു കൊണ്ടുപോകും, എനിക്ക് ഒട്ടും നടക്കാൻ വയ്യ, എന്നെ എടുത്തു കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. ഏവമുക്ത പ്രിയാമാഹ സ്കന്ധ ആരുഹ്യതാം ഇതി തതശ്ചാന്തർദധേ കൃഷ്ണ സാവധു അന്വതപ്യത. ഇതാണ് കാമികളുടെ അവസ്ഥ. ഇങ്ങനെയാണ് എന്നതാ സ്പഷ്ടാക്കണം. എന്നെ വേണമെങ്കിൽ എടുത്തോണ്ട് നടന്നോളൂ എന്ന് ഭഗവാനോട് പറഞ്ഞപ്പോ ഭഗവാൻ പറഞ്ഞു, സർവേശ്വരനായാലും വേണ്ടില്ല, കാമലീല അനുകരിക്കാൻ തുടങ്ങിയാൽ ഇങ്ങനെയൊക്കെ അപമാനം സംഭവിക്കും. പിന്നെ സാധാരണ ജനങ്ങളുടെ അവസ്ഥ പറയണോ? രാധയെപ്പോലെ ഭഗവത് ഭക്തിയുള്ളവര് കൂടി ഭർത്താവ് തന്നെ സ്നേഹിക്കുന്നു എന്ന് ബോധ്യം വന്നാൽ നില തെറ്റി അഹങ്കാരം ബാധിച്ച് പറയാൻ പാടില്ലാത്ത സംഗതികൾ കൂടി പറയും. പിന്നെ ഈ പ്രാകൃത സ്ത്രീകളെ ലാളിക്കാൻ ഭാവിച്ചാൽ ആ സ്ത്രീകള് എത്രത്തോളം മേൽപോട്ട് പോകും എന്ന് നന്നായി ആലോചിച്ചുകൊള്ളൂ എന്ന് ഭഗവാൻ ഗൃഹസ്ഥാശ്രമികളെ ഇങ്ങനെ ബോധ്യം വരുത്തുന്നു. ഭഗവാൻ നിർവികാരനായതുകൊണ്ട് സ്ത്രീകൾക്ക് ഒന്നും അധീനനല്ല, തനിക്ക് ദൈന്യമൊന്നും സംഭവിച്ചിട്ടില്ലെന്നും കാണിക്കാനായിട്ടാണ് ഇങ്ങനെയാണ് ഭഗവാൻ പെരുമാറിയത്. എന്നാലേ ഒട്ടും നടക്കാൻ വയ്യേ എന്നാ ഒരു കാര്യം ചെയ്യൂ, എന്റെ തോളിൽ കയറി ഇരുന്നോളൂ കേട്ടോ എന്ന് പറഞ്ഞു. തോളിൽ കയറാൻ ഭാവിച്ചപ്പോ എന്താ, ആളെ കാണാനില്ല, അപ്പൊ തന്നെ മറഞ്ഞു. അങ്ങനെ ഇപ്പൊ അഹങ്കാരം വേണ്ട എന്നുള്ള മട്ട് ഭഗവാൻ അവിടെ അന്തർധാനം ചെയ്തു. തോളി കയറാൻ ഭാവിക്കുമ്പോ ഭഗവാനെ എങ്ങും കാണാത്തത് കൊണ്ട് ആ സ്ത്രീ ഇപ്പോഴാണ് തന്റെ ധിക്കാരത്തെ കുറിച്ച് പശ്ചാത്തപിക്കാൻ തുടങ്ങി. രാധ ഉറക്കെ കരഞ്ഞു. ആ നാഥ രമണ പ്രേഷ്ഠ ക്വാസി ക്വാസി മഹാഭുജ ദാസ്യാസ്തേ കൃപണായ മേ സഖേ 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 ദർശയ സന്നിധി. ഹേ സ്വാമിൻ, നാഥനില്ലാത്തവരെ രക്ഷിക്കുന്ന പ്രഭു, ഉചിത സുഖത്തെ നൽകി ആനന്ദിപ്പിക്കുന്ന രമണ, എന്നില് അതിസ്നേഹം വിസ്തരിച്ചു കാട്ടിത്തന്ന ശ്രേഷ്ഠ, ഇങ്ങനെയൊക്കെ എന്നോടുകൂടി സഞ്ചരിച്ച അങ്ങ് ഇപ്പൊ എന്നെ വിട്ടിട്ട് എവിടേക്കാ പോയത്? ആ ആലിംഗനം ചെയ്യുന്ന നീണ്ട കൈകൾ കൊണ്ട് ശോഭിക്കുന്ന മഹാപുരുഷ, അങ്ങ് എവിടെയാ? കഷ്ടം തന്നെ. അങ്ങയോട് കൂടി ചേർന്ന് കളിക്കാൻ ഞാൻ അയോഗ്യയാണെങ്കിൽ
ഞാൻ അവിടുത്തെ ദാസിയാകാം. ഈ ദുഃഖം സഹിക്കാൻ ഞാൻ ഒട്ടും ശക്തയല്ല. ഈ സന്താപത്തെ ഏതുവിധം മാറ്റണം എന്നുള്ള വഴി എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങയുടെ കരുണയാൽ ഇത്ര നേരം എന്നെ ഒരുമിച്ച് കൊണ്ടു നടന്ന് പരമസുഖം നൽകിയ പരമബന്ധു അങ്ങ് എന്റെ അടുത്ത് തന്നെ ഉണ്ടെന്നുള്ളെങ്കിലും ഒരു ലക്ഷണം എനിക്ക് കാണിച്ചു തരും. എന്നാ ഞാൻ സ്വസ്ഥയായിട്ട് ഭവിക്കുമല്ലോ, അപ്പൊ എനിക്ക് സമാധാനമാവുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ബോധം കെട്ട് അങ്ങോട്ട് വീണു രാധാദേവി. ഇങ്ങനെയുള്ള കരച്ചില് ആ നായികാഗതമായ ഔദാര്യം എന്നു പേരായ അനുഭാവമാണ്. എല്ലാ അവസ്ഥയിലും വിനയത്തെ പ്രകാശിപ്പിക്കുന്നതായാൽ അതിന് ഔദാര്യം എന്ന് പറയും. അപ്പൊ ശരിക്കും അങ്ങോട്ട് എല്ലാ അഹങ്കാരവും മാറി വിനയത്തോടു കൂടി തന്നെ പറഞ്ഞു. അങ്ങനെ രാധാദേവി മൂർച്ഛിച്ചു വീണു. ഗോപസ്ത്രീകളെ അന്വേഷിച്ച് നടക്കുമ്പോൾ ആ രാധാദേവിയെ കാണുന്നു. ആ ശ്ലോകങ്ങളൊക്കെ നമുക്ക് നാളെ കേൾക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.